എൻ്റെ പേര് ഗീത ലക്ഷ്മി. ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്നു. ഒരു റിട്ടയർഡ് ടീച്ചറാണ്. പിന്നെ നമ്മുടെ എല്ലാ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരവും ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, പിട്ട്, പിന്നെ പത്തിരി, കൊഴുക്കട്ട ഒക്കെ ഇങ്ങനെ അരികൊണ്ടല്ലേ. അപ്പം ഇന്നൊരു വ്യത്യാസമായിട്ട് വെള്ളപ്പം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുക. ഏത് റെസിപ്പിക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കണമല്ലോ. ഇത് ശരിക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ രാധാകൃഷ്ണന് ഫുൾ ക്രെഡിറ്റ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ? ഇത് ഗോതമ്പ് പൊടി 2 കപ്പ്, ഇത് ഒരു 3/4 കപ്പ് തേങ്ങ ചെരുകിയത്, ഇതൊരു 1/2 കപ്പ് ചോറാണ്. സാധാരണ എന്ത് അരി വെച്ചാൽ അതിൻ്റെ ചോറ്. പിന്നെ ഇത് ഈസ്റ്റാണ്. ഇതെല്ലാം കൂടി അരച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അവസാനം ഇത് വന്നിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഇത് 1 സ്പൂൺ പഞ്ചസാരയാണ്. അത് ഫെർമെൻറ്റേഷന് നല്ലതാണ്. ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിലിനി 1 സ്പൂൺ 1/2 സ്പൂൺ സോൾട്ട് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി അത് അടച്ച് വയ്ക്കുക. 3 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഇതാ മാവ് വേണ്ട പോലെ ഫെർമെന്റ് ആയിരിക്കുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം. കുറച്ചും കൂടി വെള്ളം നല്ലോണം ഇളക്കുക. കുറച്ചുകൂടി വെള്ളവും ചേർക്കണം. വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് വെള്ളമായിട്ടാണെങ്കിലാണ് നന്നാവുക. വെള്ളപ്പം കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആക്കാൻ ഇങ്ങനെ പല ധാന്യങ്ങൾ, ഇത് വറുത്ത ധാന്യങ്ങളാണ്. ഇത് ശരിക്കും മാർക്കറ്റിൽ നിന്ന് ഒരു ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഈ ധാന്യങ്ങളെല്ലാം എടുത്ത് വറുത്ത് നല്ല ഫൈനായിട്ട് പൊടിക്കുക. എന്നിട്ടൊരു കണ്ടെയ്നറിൽ വെച്ചാൽ അതിന്നൊരു 2 സ്പൂൺ എടുത്ത് ഈ മാവിലിട്ട് മാവ് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആവും. വീറ്റിൻ്റെ വെള്ളപ്പം, ഗോതമ്പിൻ്റെ വെള്ളപ്പം റെഡി. ഞാനിതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള സ്റ്റ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് കറി വേണേൽ ഉണ്ടാക്കാം. കടലക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് all of you take care and be safe. Thank you.